നമ്മൾ മലയാളിക്ക് ചായക്കടകളിലും ബേക്കറികളിലും സാധാരണയായി കാണുന്ന നേന്ത്രക്കായ ചിപ്സ് വെറുമൊരു 4 മണി പലഹാരം മാത്രമാണോ? എന്നാൽ കേട്ടോളൂ, നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ മഞ്ഞ ചിപ്സ് ഇന്ന് കേരളത്തിൽ മാത്രം വർഷം തോറും 750 കോടി രൂപയുടെ വമ്പൻ ബിസിനസ് സാമ്രാജ്യമാണ് സൃഷ്ടിക്കുന്നത്. ലോകപ്രശസ്തമായ ലേസ് പൊട്ടറ്റോ ചിപ്സിനോട് വരെ മത്സരിച്ചുകൊണ്ട് നമ്മുടെ നാടൻ ചിപ്സ് എങ്ങനെയാണ് പാക്കറ്റുകളിലാക്കി ബ്രാൻഡ് ചെയ്ത് ആഗോള വിപണി കീഴടക്കിയത്. വെറുമൊരു സാധാരണ റോഡ് സൈഡ് കടയിൽ നിന്നും ആരംഭിച്ച് ഇന്ന് അത്യാധുനിക ഫാക്ടറികളിലൂടെ ടൺ കണക്കിന് ചിപ്സ് വിദേശങ്ങളിലേക്ക് വരെ കയറ്റി അയക്കുന്നതിന് പിന്നിലെ ഞെട്ടിക്കുന്ന ബിസിനസ് രഹസ്യങ്ങളും കർഷകരുടെ അതിജീവന കഥയുമാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. ഏതൊരു ചിപ്സിൻ്റെയും വിജയകഥ തുടങ്ങുന്നത് മണ്ണിൽ നിന്നാണ്. ഒരു നേന്ത്രവാഴ നട്ടുപിടിപ്പിച്ചു, അത് വെട്ടിയെടുക്കാൻ പാകമാകാൻ കർഷകർ 10 മാസം വരെ കാത്തിരിക്കണം. കടുത്ത വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെയും മഴക്കാലത്ത് അമിതമായ വെള്ളപ്പൊക്കത്തിലും പെട്ട് വാഴകൃഷി വലിയൊരു ചൂതാട്ടമായി മാറാറുണ്ട്. കർഷകർ പറയുന്ന വിചിത്രമായ ഒരു യാഥാർത്ഥ്യം എന്താണെന്നോ? അവർ 1000 വാഴകൾ വെച്ചു പിടിപ്പിച്ചാൽ അതിൽ നിന്ന് കൃത്യമായി വിളവെടുക്കാൻ സാധിക്കുന്നത് വെറും 700 എണ്ണം മാത്രമായിരിക്കും. ബാക്കി 300 കുലകളും കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും നശിച്ചു പോവുകയാണ് പതിവ്. ഇത്രയും വലിയ നഷ്ടങ്ങൾ സഹിച്ചും അവർ മണ്ണിൽ വിയർപ്പൊഴുക്കുന്നതുകൊണ്ടാണ് കേരളത്തിന്റെ ഈ തനത് ചിപ്സ് സാമ്രാജ്യം ഇന്നും നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ഈ ചിപ്സ് നിർമ്മാണത്തിന്റെ ഫാക്ടറി രഹസ്യങ്ങളിലേക്ക് പോകാം. വൻകിട ബ്രാൻഡുകളുടെ അത്യാധുനിക ഫാക്ടറികളിലേക്ക് ഓരോ ദിവസവും 15 ടൺ നേന്ത്രക്കായകളാണ് പ്രോസസ്സിങ്ങിനായി വരുന്നത്. ആ വരുന്ന കായകൾ അന്നു തന്നെ തൊലി കളഞ്ഞു വൃത്തിയാക്കി ചിപ്സാക്കി മാറ്റും. ഇവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതമിരിക്കുന്നത്. പാക്കിംഗ് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനുകൾ വഴി മനുഷ്യൻ കൈകൊണ്ട് തൊടാത്ത രീതിയിലാണ് ചെയ്യുന്നതെങ്കിലും ചിപ്സ് വറുത്തെടുക്കുന്നത് ഇന്നും പരമ്പരാഗതമായ വിറകടുപ്പുകളിലാണ്. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പണ്ടുണ്ടാക്കിയിരുന്നതുപോലെ പുകയേൽക്കുന്ന ആ പ്രത്യേക വിറകടുപ്പ് രീതിയാണ് നാടൻ ചിപ്സിൻ്റെ ആ തനത് സ്വാദ് നിലനിർത്താൻ സഹായിക്കുന്നത്. അതേസമയം റോഡ് വശങ്ങളിലെ ചെറിയ കടകളിൽ കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങി മഞ്ഞൾപ്പൊടിയും ഉപ്പുവെള്ളവും ചേർത്ത് കൈകൊണ്ട് അപ്പപ്പോൾ വറുത്തെടുക്കുന്ന ചിപ്സിനും ആരാധകർ ഏറെയാണ്. കാലാവസ്ഥ വ്യതിയാനം കാരണം കനത്ത മഴയും കാറ്റും വന്ന് വാഴകൾ നശിക്കുമ്പോൾ വിപണിയിൽ നേന്ത്രക്കായയുടെ വില കുതിച്ചുയരാറുണ്ട്. എന്നാൽ വൻകിട കമ്പനികൾ റോ മെറ്റീരിയലിന് വില കൂടിയാലും അതിൻ്റെ ഭാരം ഉപഭോക്താക്കളുടെ തലയിൽ വെക്കാതെ സ്വന്തം ലാഭവിഹിതം കുറച്ചാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഫുഡ് ബിസിനസ് വെറുമൊരു ലാഭമുണ്ടാക്കാനുള്ള മാർഗം മാത്രമല്ല, മറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ സ്വന്തം മക്കൾക്കും കുടുംബത്തിനും കൊടുക്കുന്ന അത്രയും ശുദ്ധിയോടെയും വിശ്വസ്തയോടെയും ചെയ്യണം എന്ന ചിന്തയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ലേസ് പൊട്ടറ്റോ ചിപ്സിനേക്കാൾ നമ്മുടെ ഈ നാടൻ നേന്ത്രക്കായ ചിപ്സ് ഇഷ്ടപ്പെടുന്ന എത്ര പേർ ഈ വീഡിയോ കാണുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.